ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുള്ള മുടി അത് വ്യാജമാണോ വ്യാജമല്ലാത്തതാണോ എന്നുള്ള ചർച്ചകൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് കട്ടൺ റൈറ്റായിട്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊണ്ടുവന്ന മുടി അത് പല ഭാഗത്തു നിന്ന് കൊണ്ടുവരികയും അതിനുശേഷം അതിൻ്റെ സനദാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ വീണ്ടും ഈ ഒരു ചർച്ച വന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൈവശം ഇരിക്കുന്ന മുടി അത് നീളം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിന് മുൻപ് ഇത്ര നീളമുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള നീളം ഇതാണ് എന്നൊന്നുമല്ല പറയുന്നത്. ഞങ്ങളുടെ മുടി 1/2 സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 1/2 സെൻറ്റിമീറ്റർ ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ നീണ്ടിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ആ മുടി, ആ കേശം, അത് ഈ വർഷങ്ങൾ, ഈ നൂറ്റാണ്ടുകൾ 1400 ചില്ലാനം 1500 വർഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായിട്ട് അതിന് ശേഷം കൊഴിഞ്ഞു വീണ അല്ലെങ്കിൽ മുറിച്ചെടുത്ത ആ മുടി നീളുകയാണെങ്കിൽ എത്ര മീറ്റർ നീളുമായിരുന്നു ഇല്ലേ? അങ്ങനെയൊരു കാര്യം അവിടെയുണ്ട്. മറ്റു പല ആളുകളും അത് ചോദിച്ചു കൊണ്ടുമിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വീണ്ടും കൊണ്ടുവന്നത് കുറച്ച് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെങ്കിൽ അത് കത്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുമ്പിൽ അത് കത്തിച്ച് കാണിക്കാമോ എന്ന് പല കോണിൽ നിന്നും വന്നപ്പോൾ, ചോദ്യശരങ്ങൾ വന്നപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തിച്ച കത്തൂല, പക്ഷേ കത്തോ എന്ന് നോക്കാൻ വേണ്ടി കത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ജാലിയൻവാലയിൽ നിന്നോ ബിന്ദ്രവാലയിൽ നിന്നോ ഒക്കെ മുടി കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന UAE കാരനായ ഒരു അറബിയിൽ നിന്ന് മുടി കൊണ്ടുവന്നിരുന്നു. ഈ മുടി സൂക്ഷിച്ചിരുന്ന അഹമ്മദ് ഖസ്റജി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മുടി വീണ് പോയാലേ റസൂലുള്ളാൻ്റെ മുടി തന്നെ ആണോ, വേറെ മുടികൾ അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ റസൂലുള്ളാൻ്റെ മുടി തന്നെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് നോക്കുമായിരുന്നു, കത്തിച്ച് പരീക്ഷിക്കുമായിരുന്നു. അപ്പോൾ എന്താ മുടി കച്ചവടമോ അതോ ബാർബർ ഷോപ്പോ അല്ല? എങ്ങനെ പറയുന്നതുകൊണ്ട് ആരും ഒന്നും തോന്നരുത്. ഒരു മുടി കയ്യിൽ നിന്ന് വീണാൽ വേറെ കുറേ അവിടെ മുടി കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മുടി ബിസിനസ്സായിരിക്കണം, അല്ലെങ്കിലോ അത് ഒരു ബാർബർ ഷോപ്പായിരിക്കണം ഇല്ലേ? സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇനി ഇവിടെ അഹമ്മദ് ഖസ്റജി പറയുന്നുണ്ട്, ഞാനത് കത്തിച്ചു നോക്കിയിട്ട്, അറബിയിലാണ് സംസാരിക്കുന്നത്, അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. എന്താണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്, എന്താണ് അഹമ്മദ് ഖസ്റജി പറയുന്നത്, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് തട്ടിപ്പ് എന്നൊക്കെ ബുദ്ധിബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്. കേട്ടു നോക്കാം നമുക്ക്. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഈ കേശം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം നിർദ്ദേശത്തിലൂടെ കൊടുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന സാക്ഷാൽ ഷെയ്ഖ് അഹമ്മദ് ഖസ്റജി, അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, കാന്തപുരത്തിന്റെ ഷെയ്ഖ് അദ്ദേഹമാണല്ലോ ഈ തിരുകേശം എന്ന് പറയുന്ന കേശം കൊണ്ട് കൈമാറിയത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, എന്റെ കൈവശം ധാരാളം കേശങ്ങളുണ്ട്, ഞാൻ ആ കേശത്തിൽ നിന്ന് ഒന്ന് താഴെ വീണ് പോയാൽ ഞാനതെടുത്ത് ഈ വീണ്ടും ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പ് അത് മറ്റേതെങ്കിലും കേശമായിരിക്കുമോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാനത് കൃത്യമായി തീയിൽ കാണിച്ചു നോക്കി കത്തിച്ചിട്ട് കത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ കേശത്തിലേക്ക് വെക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒരു മിനിറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. ആരാ പറയുന്നത്? അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്ന് ഇത് ഷെയ്ഖ് അബൂബക്കറിന് കൊണ്ടുപോയി കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ സ്വപ്നം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന അഹമ്മദ് ഖസ്റജി പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ വേറെ മുടി അവിടെ ഉണ്ടല്ലോ, മറ്റേ മുടിയൊക്കെ കത്തും, ഇത് കത്തൂലെന്ന്. അപ്പോൾ ഇതെന്താ മുടി കച്ചവടമാണോ? ഇവിടെ മുടി വെള്ളക്കച്ചവടമേ നടത്തുന്നുള്ളൂ, മുടിയും കച്ചവടം ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം, മുടി എന്തായാലും മൂപ്പര് വിൽക്കണില്ല, മുടി ഇട്ടിട്ട് വെള്ളം അത് കാലാകാലം ഗ്യാമനാൾ വരെയും കൊടുക്കാമല്ലോ അല്ലേ? ഗ്യാമനാൾ വരെ മൂപ്പര് ഇരിക്കുന്നല്ല, മൂപ്പരെ മക്കൾ പരമ്പര ഇങ്ങനെ മുടിവെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കും. ചുരുക്കം മനസ്സിലാക്കുക, അഹമ്മദ് ഖസ്റജി ഇത് പരീക്ഷിക്കുന്നത് കത്തിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ കത്തിക്കാം എന്നുള്ളതാണ്. മൂപ്പരുടെ കയ്യിലുള്ള മുടി മുമ്പ് കത്തിച്ച് നോക്കിയതാണ്, അതാണ് ഒന്ന്. രണ്ട്, അഹമ്മദ് ഖസ്റജിയുടെ അടുത്ത് ഇഷ്ടംപോലെ മുടിയിട്ട് ഇതുള്ള എമ്പാടൊരു ലോഡ് മുടിയുണ്ട്, അതിൽ ഏതാന്നുള്ളത് പെട്ടെന്ന്
പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പോൾ എടുത്ത് കത്തിച്ചിങ്ങനെ നോക്കുന്നു. എന്താണ് സഹോദരന്മാരെ ഈ പറയുന്നത് കേട്ടോക്കെയും. സാക്ഷാൽ അഹ്മദ് ഖസറജി പറയുന്ന കാര്യം إن شعر النبي صلى الله عليه وسلم لا تحرقه النار وقد تأكدت من ذلك مرارا وذلك عندما أكون في خدمة الشعر فلا أرجع شعرة سقطت إلى الشعر إلا بعد التأكد منها وذلك بعرضها على النار خوفا من أن يختلط بشعر النبي صلى الله عليه وسلم غيره. കൃത്യമായിട്ട് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പറയാനുണ്ട്. ഇവിടെ അഹമ്മദ് ഖസറജി പറയുന്നത് കേട്ടപ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇത് മിമ്പറിൽ കയറിയിട്ട് കുത്തുബ അറിയാണെന്നുള്ളത്. കാര്യം ഇവിടെ ചില ആളുകളുണ്ട്, സാധുക്കൾ, അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അറബ് ഭാഷ എഴുതിയത്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയത് കംപ്ലീറ്റ് ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത് വായിക്കുന്ന രൂപം ഖുതുബ പറയുന്ന രൂപമാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയും വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ അഹമ്മദ് ഖസറജി പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ കത്തിച്ച് നോക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇദ്ദേഹം പറഞ്ഞ അറബി മനസ്സിലാകത്തുണ്ടെങ്കിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള മുടി അത് ഒറിജിനലാണെന്ന് പറയുന്നോല് ഈ അഹമ്മദ് ഖസറജി പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തിരുത്തട്ടെ. പറയും അഹമ്മദ് ഖസറജി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തുന്ന പ്രശ്നമേ ഇല്ല. പല തവണ ഞാൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഖസറജിയാണ് പറയുന്നത്. എങ്ങനെ പരിശോധിച്ച് ഉറപ്പിച്ച് വരുത്തി? നിങ്ങളെ വാചകം കേട്ടില്ലേ? വദാലിക ബിഅർദിഹാ മിനൻ നാർ. അത് തീയിൽ കാണിച്ചുകൊണ്ട് തന്നെ കത്തിച്ചുകൊണ്ട് തന്നെ കത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. വദാലിക ബിഅർദിഹാ മിനൻ നാർ. അത് തീയിൽ കാണിച്ചുകൊണ്ട് തന്നെ കത്തിച്ചുകൊണ്ട് തന്നെ കത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. സാക്ഷാൽ ഖസറജിക്ക് തെറ്റ് പറ്റിയോ? കാന്തപുരം ഉസ്താദിന് മുടി കൈമാറിയ ഖസറജിക്ക് തെറ്റ് പറ്റിയോ? എന്നിട്ട് നിങ്ങൾ ആ തെറ്റ് തിരുത്തിയോ? വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? അഹമ്മദ് ഖസറജിക്കാണോ തെറ്റുപറ്റിയത്, അതോ ഈ പറയപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കാണോ തെറ്റുപറ്റിയത്? ഇത് കത്തിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന മുടി കത്തിച്ച് നോക്കിയതാണ്, പരീക്ഷണം കഴിഞ്ഞതാണ്. എന്നിട്ടും പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. ഇനി അമ്പലക്കടവ് പറയുന്നത് മുഴുവൻ സത്യം എന്നുള്ളതല്ല, ഈ വിഷയത്തിൽ നമുക്കത് സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇതിനിടയിലൂടെ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ വന്ന ചില എഴുത്തുകളുണ്ട്, ക്ഷമിക്കുക, അത് നമുക്ക് മറക്കാൻ പറ്റുന്ന വിധത്തിൽ മറക്കുന്നുണ്ട്. ബാക്കി എന്താ പറയുന്നത് കേൾക്കാം. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയുണ്ട്. അത് തുടക്കമാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടെ ആണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എവിടുന്ന് രേഖ കിട്ടി? 1400 കൊല്ലം മുമ്പ്, 1500 എന്ന് പറയണ്ട, ജനിച്ചിട്ട് 1500 വർഷമായിട്ടുള്ളൂ. അതിനുശേഷം അറബ് മാസത്തിലാണ് കേട്ടോ, ഇംഗ്ലീഷ് മാസത്തിൽ കൂട്ടുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. അറബ് വർഷത്തിൽ 1500 വർഷം ആണ് ഇപ്പോൾ ആഘോഷിച്ചത്, നബിദിനം എന്ന പേരില്ലേ. ഓക്കെ, അതിന് ശേഷമാണല്ലോ ഈ മുടി കിട്ടുന്നത് ആർക്കാണെങ്കിലും. ആ മുടി അങ്ങനെ കൈമാറി വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റസൂലുള്ളാൻ്റെ മുടി ഈ വളരുന്നു എന്ന് പറഞ്ഞ ആ സ്ഥിതിക്ക് അത് ചുറ്റിക്കെട്ടാവുന്ന അവസ്ഥയിൽ അത് വളരേണ്ടതായിരുന്നു, അങ്ങനെ വളർന്നിട്ടില്ല. ഓക്കെ, ഇനി അത് റസൂലുള്ളാൻ്റെ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് കത്തിച്ച് കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ അത് കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ആരാണ് ഇദ്ദേഹത്തിന് മുടി കൊടുത്തത്? അഹമ്മദ് ഖസറജിയാണ്. പിന്നൊന്ന് ബിന്ദ്രിബാലയാണ്. ബിന്ദ്രിബാലല്ല, എന്താണ്, ജാലിയൻവാലേ, അങ്ങനെ എന്തൊരു സാധനമാണ് ബോംബെയിൽ നാഗരിക കച്ചവടക്കാരനാണ് കൊടുത്തതെന്ന്. ഇപ്പോഴും ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ കത്തിക്കാം നിങ്ങൾക്ക്. ഈ സംസാരമൊക്കെ നിർത്താം. റസൂലുള്ളാൻ്റെ ആണെങ്കിൽ തന്നെ അതിന് ബർക്കത്തില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിട്ടിട്ട് മുടി കലക്കി കുടിക്കാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതെന്തോ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. റസൂലുള്ളാൻ്റെ മുടിയാണ് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ള ആ ഒരു കാര്യം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതാണ് അമ്പലക്കടവ് വൈസി പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. റസൂലുള്ള എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ സ്വത്തല്ല, സ്വന്തം വാപ്പയല്ല, എളാപ്പിയും മൂത്താപ്പിയും വല്യപ്പയും വല്യപ്പാൻ്റെ വല്യപ്പയെന്നല്ല. ഇതെടുത്തിട്ട് ഇങ്ങനെ അല്ലേ പ്രദർശിപ്പിച്ചുകൊണ്ട് കിടക്കാൻ ലോക മുസൽമാൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ, പൊട്ടി ഒലിക്കട്ടെ എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ ഹബീബിനെ കുറിച്ച് ഇല്ലാത്തത് പറയുകയും ഇതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ സമയത്ത് തന്നെ പല ആളുകളും അത് സംബന്ധമായിക്കൊണ്ട് പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ, പിണറായി വിജയൻ പറഞ്ഞത് ബോഡി വേസ്റ്റ് എന്നൊരു വാക്ക് പറഞ്ഞു എങ്കിൽ പോലും അദ്ദേഹത്തെ ന്യായീകരിക്കുകയോ പറഞ്ഞത് ശരിയെന്ന് പറയുന്നല്ല. അതിന് ശേഷം അദ്ദേഹം പറയുന്നത് വീഡിയോയിൽ കാണിക്കാം. പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഇതെല്ലാം
ബോഡി വേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആ ബോഡി വേസ്റ്റിനെ പറ്റി പിന്നെ ബോഡി വേസ്റ്റായിട്ടേ കാണാൻ പറ്റൂ. പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ബോഡി വേസ്റ്റ് എടുത്തിട്ടല്ല പറയേണ്ടത്. പ്രവാചകന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം. പ്രവാചകന്റെ വാക്കുകൾ അനുസരിക്കാനും നടപ്പിലാക്കാനുമാണ് സാധാരണഗതികൾ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണോ നടക്കുന്നത് അല്ലേ എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത കിതാബോധി പഠിച്ച മൊയ്ലിയാക്കന്മാരെ കുറച്ച് അള്ളാൻ്റെ റസൂലിനെ മോശമായി ചിത്രീകരിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. വാപ്പാൻ്റെ വല്യപ്പാൻ്റെയൊക്കെ മുടിയിണ്ടിച്ച് നമുക്കിങ്ങനെ കൊണ്ടിടക്കാം. റസൂലുള്ള അത് ലോക മുസൽമാൻ്റെ നേതാവാണ്. സദ്ഗുരു മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുത്തുനബിയെ അപമാനിക്കുന്ന അവഹേളിക്കപ്പെടുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് പിന്തിരിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ കുറേയൊന്നും പറഞ്ഞു പോകേണ്ടതില്ല. കാര്യം അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വേണ്ടി പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.